അതിശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം അപൂർവരാഗം അതിശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം അപൂർവരാഗം അതിശയരാഗം வசந்தகாலத்தில் மழை தரும் மேகம் அந்த மழை நீரருந்த மனதினில் மோகம் 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 வசந்த காலத்தில் மழை தரும் மேகம் அந்த மழை நீரருந்த மனதினில் மோகம் இசையனும் அமுதினில் അവളൊരു ഭാഗം ഇസയനും അമുദിനിൽ അവളൊരു ഭാഗം ഇന്ദിരലോകത്ത് ചക്കരവാകം അതിശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം അപൂർവരാഗം പിന്നിയ കൂന്തൽ കറുനിറനാഗം പിന്മയിൻ ഇലക്കണം അവളത് ദേഹം പിന്നിയ കൂന്തൽ കറുനിറനാഗം പിന്മയിൻ ഇലക്കണം അവളത് ദേഹം ദേവർകൾ വളർത്തിടും കാവ്യയാഗം அந்த தேவதை கிடைத்தால் அது என் யோகம் அது என் யோகம் ஒரு புறம் பார்த்தால் மிதிலையின் மைதிலி மறுபுறம் பார்த்தால் காவிரி மாதவி ஒரு புறம் பார்த்தால் மிதிலையின் மைதிலி மறுபுறம் பார்த்தால் காவிரி மாதவி முகம் மட்டும் பார்த்தால் நிலவின் எதிரொலி முகம் மட்டும் பார்த்தால் நிலவின் எதிரொலி முழுவதும் பார்த்தால் அவளொரு பைரவி அவளொரு பைரவி அவளொரு பைரவி அதிശയരാഗം ആനന്ദരാഗം അഴകിയ രാഗം അപൂർവരാഗം. Nice. Not a nice. Very good. Thank Good, you. great. ശ്രേയ ആ ചേച്ചി എങ്ങനെയുണ്ടായി സ്വാപ്പ് റൗണ്ട്? എനിക്ക് ഇത് പുതുമയായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേയും മെയിൽ സോങ്സ് എടുത്തിട്ട് പാടിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ Okay. ഷെഡ്യൂളിൽ പാടി ഓംകാരനാഥാനും ഉം. മെയിൽ സോങ് ആയിരുന്നു. ഓക്കെ. അപ്പം ഈ റൗണ്ട് വന്നപ്പം എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അമ്മയാണ് എനിക്ക് പാട്ട് സെലക്ട് ചെയ്ത് തന്നെ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി ശ്രേയ, ആ ചേച്ചി. ഹായ്. ഹായ്. എന്തു ഭംഗിയാണ് താങ്ക് യു കാണാൻ. ചേച്ചി. നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു ചേച്ചി.
വേണേ ആ പോർഷൻ ഞാൻ പറയാം. എന്ന് പറഞ്ഞു. ആ നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു സർ. അല്ല Care of- ശരിക്കും നോക്കൂ സർ, നല്ല സുന്ദരിയായിട്ടില്ല, ആണ്. മുല്ലപ്പൂവൊക്കെ വെച്ച്. ആ അല്ല, ബൈ മഞ്ജരി. ആ മോളെ ഡീറ്റെയിൽസ് പറഞ്ഞോ ആദ്യം തന്നെ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് MS വിശ്വനാഥൻ സാറാണ്. ഓഹോ. Yes. ലിറിക്സ് എഴുതിയിരിക്കുന്നത് കണ്ണദാസൻ സാറാണ്. ആഹാ. ആഹാ. പാടിയിരിക്കുന്നത് ദാസേട്ടൻ. ഉം. പിന്നെ സിനിമ അപൂർവ രാഗങ്ങൾ. ആഹാ. ആ. എന്തോ ഒരു പാട്ട്, ബ്യൂട്ടിഫുൾ സെലക്ഷൻ, ഉഗ്രൻ. മോൾക്ക് ഈ തമിഴ് പാട്ടുകൾ പാടുമ്പോഴൊരു ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഇതിനു മുന്നേ തമിഴ് പാട്ട് പാടിയത് പാടാൻ ഇഷ്ടാ. ആ അതിന്റെ ഒരു കോൺഫിഡൻസ് ഇതിനകത്തുണ്ടായിരുന്നു. നല്ലപോലെ പാടി, താങ്ക് യു ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് അതിലാ ചരണത്തിലാണോ പിന്നിയ കൂന്തൽ, അതിലാ ദേഹം എന്ന് പറഞ്ഞ പോർഷൻ ഇല്ലേ, അത് റിപ്പീറ്റ് പാടിയപ്പോ ശരി, ആദ്യം ആ ഗ്ലൈഡ് അങ്ങോട്ട് ശരിയായില്ലായിരുന്നു. ഓക്കേ ചേച്ചി. അതല്ലാതെ എനിക്കിത് ഇതൊരു ഡിഫിക്കൾട്ട് സോങ് ആണ്. ഇതങ്ങനെ എളുപ്പം പാടി ഫലിപ്പിക്കാൻ പറ്റിയ ഒരു പാട്ടല്ല. പക്ഷെ മോള് മനോഹരമായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. നമ്മുടെ Thank you, ഓർക്കസ്ട്രയും സൂപ്പർ ആയിരുന്നു. എനിക്കൊരു കാര്യം പറയാൻ. പറയണം. ഇവള് കാര്യം പറയണ്ടെന്ന് പറഞ്ഞപ്പോ ഓ മൈ ഗോഡ്. ഓക്കെ, ആർക്കോ എന്തോ പണി വരുന്നുണ്ട്. ശരത് സാറിന്. ആ ശരത് സാർ, ശ്രേയക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. പറയാം പ്ലീസ്. പറഞ്ഞു ഞാന് ആ. ശരത് സാറിനായിട്ട് കണക്ട് ആവുന്ന ശരിക്കും ഈ ഒരു പാട്ടിലൂടെയാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു SFC, അതായത് കോവിഡ് ടൈമിൽ സാർ വീഡിയോ ഇട്ട സമയത്ത് ആ. ഈ പാട്ടിന്റെ അടിയിലാണ് ഞാൻ കമന്റ് ചെയ്തത്. ഓക്കെ. ഈ പാട്ടിനെ വെച്ചാല് സാറ് പാടിയതിന്റെ ആ, സാർ, അടി. എങ്ങനെ ആ. പറയും? സാറ് ഇതിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഗങ്ങളെ ഇപ്പൊ കുറിച്ച്. ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അല്ല, എന്റെ ഒരു സന്തോഷം പറഞ്ഞ. സന്തോഷിക്കും. അന്നാണ് ആദ്യമായിട്ട് പാട്ടായിട്ട് അണ്ണാച്ചിയോട് ഒരു കണക്ട് ആവുന്നത്. ഓക്കെ ആ. ഓക്കെ. പിന്നെ വേറെ സംഭവമുണ്ട്. അമ്മയാണ് ശരത് സാറിനോട് ഈ പാട്ട് ആ ഇത് വീഡിയോ ചെയ്തിടുവോ എന്നുള്ളത് ചോദിച്ചത്. ഓക്കെ. അപ്പം അതും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാറ്. അപ്പൊ ആ ഒരു കമന്റ് കണ്ടപ്പോഴാണ്, ആ ഒരു സാർ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കമന്റ് ഇടാനുള്ള ത്വര വന്നത്. അത് വളരെ രസമായിരുന്നു ആ ഒരു സെഷൻ. പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആ പാട്ട് ശ്രേയ ഇവിടെ സാറിന്റെ മുമ്പിൽ പാടിയിരിക്കുന്നു. പാടി. അതാണ് ശ്രേയയുടെ സന്തോഷം. കൺക്ലൂഷൻ. അതെ, വെരി ഗുഡ്. ഓക്കെ ഗുഡ് ഗുഡ്. ഓക്കെ. ഗുഡ് ഗുഡ്. ഓക്കെ, സന്തോഷായോ? MG സാർ. ശ്രേയ ആ സാർ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. രസമായിട്ട് പാടി. താങ്ക് യു സാർ. പിന്നെ ഇതിനകത്ത് കുറച്ച് മെലഡി ആകാം. ആ ഈ പാടുന്ന പക്കാ ക്ലാസിക്കലിന്റെ ആ ഒരു എന്താണ്, ഈ ക്ലാസിക്കലിന്റെ ഒരു ടഫ്നെസ് കളഞ്ഞിട്ട് കുറച്ച് മെലഡി ഇതിനകത്ത് കൊണ്ടുവരാം. കാരണം ഞാൻ ഈ പാട്ട് എൻ്റെ തുടക്കകാലത്തെ ഗാനമേളയ്ക്ക് സ്ഥിരമായിട്ട് പാടുന്ന പാട്ടായിരുന്നു. അതിശയരാഗം, ആനന്ദരാഗം. കാരണം അത് അന്ന് ഇത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയുമോ ഇത് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ എനിക്കൊരു പാട്ട് കിട്ടും. കാരണം ഒരു ഗാനമേളയ്ക്ക് വിളിച്ചാൽ കൂടിപ്പോയാൽ 1 2 പാട്ട് അല്ലെങ്കിൽ 3 പാട്ടേ കിട്ടത്തുള്ളൂ. അതിലൊന്ന് ശ്രീപദം വിടർന്ന സരസ്വതത്തിൽ, അങ്ങനെയൊക്കെയുള്ള പാട്ടുകളാണ്. അപ്പോൾ അതിൽ ഒരു പാട്ട് ഇതായിരുന്നു ഞാൻ പാടിക്കൊണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ അത് കാരണം എനിക്ക് പല സ്ഥലങ്ങളും എനിക്കറിയാം. അത് ഞാൻ കറക്റ്റായിട്ടൊന്നും പോകുന്നില്ല. എന്നാലും ഈ സംഗതിയൊക്കെ പാടുമ്പം ഒരു ഫീലോട് കൂടി ഒന്ന് പാടാം തുടക്കത്തിൽ. അല്ല, അത്രത്തോളം വേണ്ട. ആ ഇൻ ബിറ്റ്വീൻ ദിസ് ആ അവിടെ തന്നെ അത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പാടി വാങ്ങി. ആഹാ, അപ്പൊ നമുക്കൊരു ഒന്നുകൂടെ ഒരു സുഖം കിട്ടും. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ആ ക്ലാസിക്കലിന്റെ സ്വഭാവം കാണിക്കുകയും വേണം. അതുപോലെ തന്നെ പിന്നുള്ളത് ശകലം ശ്രുതി അവിടെ ഇവിടെയൊക്കെ പ്രശ്നമില്ല. അത് എൻ യോഗം, അതെങ്ങനെയായിരുന്നു പാടിയത്? പഞ്ചമം ചരണം. പക്ഷെ നന്നായിട്ട് പാടി. അതാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് ആണ്. ഇതെല്ലാവർക്കും പാടാൻ പ്രയാസമുള്ളൊരു പാട്ടാണ്. അത് വളരെ സുഖമായിട്ട് തന്നെ പാടി. പക്ഷേ ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കേൾക്കുന്നവർക്ക് ഒന്നുകൂടെ ഒരു സുഖം കിട്ടും. ശ്രദ്ധിക്കാം സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ശരത് സാർ. ശ്രേയ, ആ സാർ, ഉഗ്രം പാട്ട് ശ്രേയ, സൂപ്പർ പാട്ട്.
കാര്യം ഇത് ഈ ഒരു പാട്ടെന്ന് പറയുമ്പം ഞാൻ എൻ്റെ ഗുരുനാഥനെ കുറിച്ച് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഈ ഒരു പാട്ട് അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞൊരു ചിത്രം കമ്പോസ് ചെയ്യാൻ കിട്ടിയപ്പോൾ ആദ്യമായിട്ട് MS വിശ്വനാഥൻ സാറ് പോയത് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്കാണ്, ബാലമുരളി സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ ചെയ്യുന്നുണ്ട്, അതിലേതെങ്കിലും ഒരു അപൂർവ രാഗം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥനാണ് പറഞ്ഞത് മഹതി, അദ്ദേഹം കണ്ടുപിടിച്ച രാഗമാണ് ഇതിൽ ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം അതിലൊരു കൃതി പാടി കേൾപ്പിച്ച് കൊടുത്തപ്പോഴേ MS സാറിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല, അതിന് നോട്ട്സ് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ ട്യൂൺ വരും. അതാണ് ഒരു എന്താ പറയുക, ദൈവ കടാക്ഷം പരിപൂർണമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു MS സാറ്. അപ്പോൾ അദ്ദേഹം പോയി ഐശ്വര്യമായിട്ട് പാട്ട് കമ്പോസ് ചെയ്തു, പാടിച്ചു. അത് ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറൊരു രാഗം കൂടെ ചേർത്ത് രാഗമാലികയാക്കി അത് ഒരു ഭംഗിയാക്കി. അത് ബ്യൂട്ടിഫുള്ളാണ് കേൾക്കാൻ. പിന്നെ നമ്മുടെ ഗാനഗന്ധർവൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ദാസേണ്ണൻ അങ്ങോട്ട് പാടിയപ്പം ഒരു 500 കിലോ അലുവ, ആസാദ്യം, ഒരു ഉഗ്രം പാട്ടാണ്. കുറേ സന്തോഷം കേട്ടോ. അപ്പം മഹതി, ഭൈരവി, അപ്പം അത് എന്ത് രസമാണ് അത് രണ്ടും കേൾക്കാനല്ലേ. ഈ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ അണ്ണൻ പാടിച്ചില്ല ഒരു ലൈൻ, ഈ ആനന്ദ രാഗം കഴിഞ്ഞിട്ട് അഴകിയ രാഗം, അഴകിയ അത് വേണ്ടാണ്. ഓക്കെ സർ. അഴകിയ രാഗം അത്രേ ഉള്ളൂ. അതിന് അത് പാടുമ്പോൾ പിന്നെ സ്ത്രീകൾ പാടുന്ന പോലെ ആയത്. നമ്മുടെ ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത, അത് എങ്ങനെ പാടിയേക്കുന്നു അങ്ങനെ പാടാന്നുള്ളു. ഓക്കെ സർ. അപ്പൊ അതൊന്നും നോക്കിക്കോളൂ കേട്ടോ. പിന്നെ പെൺമയിൽ ഇളക്കണം അവളത് ദേഹം, അതൊന്ന് പാടാമോ? അതാ അടുത്തത് മതി. ആ പെൺമയിൽ അത്ര കയറ്റി പിടിക്കും. ദേഹം. അടുത്തത് അതുപോലെ മിഥിലൈൻ മൈഥിലി, മിഥിലൈൻ മൈഥിലി. ഒരു പുറം പാർത്താൽ മിഥിലൈൻ മൈഥിലി, മറുപുറം പാർത്താൽ കാവിരി മാധവി. മാധവി അങ്ങനെ മാധവി വഴി കൊണ്ടിട്ടിട്ട് അങ്ങ് പോയി മാധവിയെ. അവിടെ ബസ് കാത്ത് നിൽപ്പുണ്ട്, അതൊന്ന് പാടാമോ? മറുപുറം പാത്ത അത് പാടിയാ മതി. ഈ അത് കുറച്ചും കൂടെ സസ്റ്റെയിൻ ചെയ്യൂ. മുഖം മട്ടും പാർത്താൽ, മുഖം മട്ടും പാർത്താൽ നിലവിൽ, മുഖം മട്ടും പാർത്താൽ, മുഖം മട്ടും പാർത്താൽ നിലവിൽ, മുഖം മട്ടും പാർത്താൽ നിലവിനെതിരൊളി, മുഖം മട്ടും പാർത്താൽ നിലവിൽ, നിലവിനെതിരൊളി, നിലവിനെതിരൊളി, മുഴുവതും പാർത്താൽ, പാർത്താൽ, മുഴുവതും പാർത്താൽ, അവളൊരു ഭൈരവി, അവളൊരു ഭൈരവി, അവളൊരു ഭൈരവി, അതിശയം. സൂപ്പർ സൂപ്പർ. അതൊക്കെ അല്ല, ആ രാഗത്തിൽ 2 രാഗങ്ങളുടെ ഒരു അത് എന്ത് സുഖമാണ് കേൾക്കാൻ. ഇതിലെ കൃതി അറിയാവോ? മഹതിയില്ല. മഹനീയ മധുരമൂർത്തേ കമനീയ ഗാനമൂർത്തേ, മഹനീയ മധുരമൂർത്തേ കമനീയ ഗാനമൂർത്തേ, മഹനീയ മധുരമൂർത്തേ. എൻ്റെ ഗുരുനാഥൻ്റെ കൃതി അസാധ്യമാണ്. അത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന വിധം അത് അങ്ങനെയാണ്. ഒരു രാഗം നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്യൂട്ടി മുഴുവൻ നമുക്ക് കിട്ടുന്ന വിധത്തിലൊരു കോമ്പൻസേഷൻ ചെയ്യാന്ന് പറയുന്നതല്ലേ അതിലേറ്റവും വലുത്. അഹരഹമാനന്ദമയ ഗാനബോധനാനുരക്തേ ആശ്രിതമുരളീകൃത
മൃദു സംഗീത സുധാസക്തേ മാ പാഹി ഗുരുമൂർത്തേ മഹനീയ മധുരമൂർത്തേ. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ്. അതുപോലെ ലവങ്കി, അല്ല അണ്ണാ, ഗണപതി ഇതൊക്കെ അതെ. രാഗമുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് MSV സാറ് ഇത് പാടി നിർത്തുമ്പോഴേ കറക്റ്റ് അല്ലേ? അതിനെ സിംപ്ലിഫൈ ചെയ്ത് അദ്ദേഹം എടുത്തിട്ടുണ്ടോ? അത് ആ സ്കെയില് കണ്ടപ്പോൾ തന്നെ അതിൽ നിന്നൊരു ഒരു ഉഗ്രം മെലഡി ചെയ്ത് അത് എല്ലാവരും ഗ്രേറ്റ്സ്. അല്ലാതെ ഒരു എന്തായാലും ഇങ്ങനൊരു പാട്ടെടുത്തോണ്ടൊന്ന് പാടിയതിൽ കുറേ സന്തോഷം ശ്രേയ. താങ്ക് യു ഇത് സർ. വളരെ മൈനറായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഉഗ്രായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ശ്രേയ, ആ സർ. ഞാൻ എന്താ സാധാരണ പറയാ, ഐ ആം പ്രൗഡ് ഓഫ് യു. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. ആകെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത അപൂർവ രാഗം ആ ബേസിലോട്ട് വരുന്നുണ്ടല്ലോ, അവിടെ മാത്രം ചെറിയൊരു സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്ത്. ബാക്കി കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും പറഞ്ഞു. ഐ എം സോ പ്രൗഡ് ഓഫ് യു ശ്രേയ. കാലയ്ക്ക് കേട്ടാ. താങ്ക് യു സർ. ശ്രേയ നമ്മുടെ ടീമിന്റെ ഒരു വെരി സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ കേട്ടോ. തൊണ്ടയ്ക്ക് ഒന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ നോക്കുക പ്ലീസ് പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. Okay, sir. പ്ലീസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു you, sir. ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ആ ചോദിക്കാം. MG സർ. 9.4. സൂപ്പർ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. 9.4 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ശ്രേയയുടെ മാർക്സ് ഇതാ. താങ്ക് യു. യെസ്. ടോട്ടൽ 18.8. സൂപ്പർ. താങ്ക് യു ചേച്ചി. അടിപൊളി. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ജഡ്ജസ്. യെസ് പാറു. യെസ്. അങ്ങനെ കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. course. സ്വാപ്പ് റൗണ്ടിൽ മാജിക് ബീറ്റ്സിന്റെ പെർഫോമൻസ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്കോർ ബോർഡ് അറിയാൻ സമയമായിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ മിസ്റ്റിക് രാഗാസിന്റെ പെർഫോമൻസും കൂടെ വേണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. Okay. ഓക്കെ.